പിന്നെ അല്പവസ്ത്രധാരം എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വസ്ത്രം ചിലപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്തതാണ്. അത് ഞാൻ പറഞ്ഞു നടക്കുന്ന നേരത്തെ ഈ ടൈപ്പ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റേക്ക് കാരണം അവർക്ക് കണ്ടുപോയതായിരിക്കും. സൽസായോ അല്ലെങ്കിൽ ബെല്ലി ഡാൻസോ അല്ലെങ്കിൽ അതേപോലെ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ആയിരിക്കും അവർ കണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഇത് വളരെ കംഫർട്ടായിട്ടുള്ള കോസ്റ്റ്യൂമാണ് ഇടുന്നത്. ഒരിക്കലും ലേഡീസ് വന്ന് കാല് വെക്കുന്ന സ്ഥലത്ത് അരപ്പാവട ഇട്ടുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അവർ വളരെ മനോഹരമായ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. എല്ലാം അതായത് വളരെ ട്രാക്ക് സൂട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. ഇപ്പം തന്നെ സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? അതിട്ടേ അത് ചെയ്യാൻ പറ്റൂ. ചെറിയ ഫ്രോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വന്നിട്ട് ഒരു എന്താണ് ഒരു റിലീജിയനെ തന്നെ തലതാഴ്ത്തുന്ന രീതിയിലുള്ള പറച്ചിലുകളാണ് ഇവർ ഇത്തരക്കാർ പറയുന്നത്. അത് ഒട്ടും നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറയുമ്പോഴും ഈ റിലീജിയന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും അങ്ങനെയല്ല. ഇത് കുറച്ച് പേരേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ കഴിവൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. ഒരു റിലീജിയൻ ഒന്നടങ്കം പറയല്ല. ആ പറഞ്ഞവര് ഈ ഒന്നും അറിവില്ലാതെ പറഞ്ഞില്ലേ? എല്ലാവരും അല്ല പറഞ്ഞത്. അപ്പോൾ പോലും പോസിറ്റീവായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ധാരാളം പേരുണ്ട്. എനിക്ക് ഏറ്റവും നല്ലൊരു മാറ്റമായിരുന്നു. ഇനി ഇങ്ങനെ മാറ്റങ്ങൾ വരണം. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം. എപ്പോഴും മാറ്റങ്ങൾ വരുമ്പോൾ കല്ലെറിയപ്പെടും, മറ്റു പിന്നീട് അതിനെ പുകഴ്ത്തും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ കണ്ട് വിട്ടാൽ മതി. എപ്പോഴും ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറെ നെഗറ്റീവ്സ് ബാക്കിൽ നിന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ ആരോപണങ്ങളായിട്ട് ഫ്രണ്ടിൽ വരാറുണ്ട്. അതിനെ പൊക്കി പിടിച്ച് നടക്കാൻ ഒരുപാട് പേരുണ്ട്. അതിനകത്ത് എന്ത് കാര്യമാണ്? യേശുവിനെ കുരിശിലേറ്റിയ നാടല്ലേ?